ഹലോ ഗൈസ്, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് സോയില ഹെയർ ആക്സറീസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തെർമോക്കോൾ ബോൾസ് കൊണ്ടുള്ള അടിപൊളി ഒരു ഹെയർ ക്ലിപ്പാണ്. നെറ്റിൻ്റെ തുണിയാണ് ഇതിനാവശ്യമായിട്ട് വേണ്ടത്. നമ്മൾ നെറ്റിൻ്റെ ഒരു റെക്റ്റാങ്കിൾ ടൈപ്പിലുള്ള ഒരു തുണി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നീളവും വീതിയൊക്കെ ഉണ്ട്. നമ്മുടെ ഒരു ഇതിനനുസരിച്ച് അങ്ങ് എടുത്താൽ മതി. നമുക്ക് എത്ര വലുപ്പമുള്ളത് വേണം അതിനനുസരിച്ച്. പിന്നെ ഇതിൻ്റെ സെൻറ്ററിൽ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്ക്വയർ ഷേപ്പിൽ ചെറിയൊരു തുണി, അതുപോലെ അലിഗേറ്റർ ക്ലിപ്പ്, ഒരു സൂചിയും നൂലും, ഒരു സർഫ് ടിപ്പൻ, പിന്നെ കുറച്ച് തെർമോക്കോൾ ബോൾസും, പിന്നെ ഇത് സ്റ്റിക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഗ്ലൂവും. ഞാനിവിടെ B7000 ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ഒരു ഹെയർ ക്ലിപ്പ് തയ്യാറാക്കിയെടുക്കാം. ആദ്യം നമുക്കിത് രണ്ടായിട്ട് മടക്കണം. രണ്ടായിട്ട് മടക്കിയതിന് ശേഷം നമുക്ക് ആ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമ്മൾ നമ്മുടെ മുന്നിലത്തെ വീഡിയോയിൽ സ്ക്രഞ്ചീസ് ഒക്കെ ചെയ്തതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്ന അതേ പ്രോസസ്സാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. നമ്മളിവിടെ ഇപ്പോൾ ചെയ്യുന്നത് കൈത്തുന്നലാണ് ചെയ്യുന്നത്. മെഷീനൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. പെട്ടെന്നൊന്ന് മെഷീനിൽ അടിച്ചെടുത്താൽ മതിയല്ലോ. ഇത് നമുക്കൊന്ന് ഫസ്റ്റിലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. കെട്ടിട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പം ഈവനായിട്ട് ഒരേ ഡിസ്റ്റൻസിൽ സ്റ്റിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ഇതിൻ്റെ എൻഡിലും ഒന്ന് നോട്ടിട്ട് കൊടുക്കാം. നമ്മുടെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു സെഫ് ടിപ്പൻ എടുക്കണം. അതെടുത്തിട്ട് ഇതിൻ്റെ ഒരു സൈഡിൽ കുത്തിയിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തൂടെ കയറ്റി ഇതിൻ്റെ തുന്നിയ ഭാഗം അകത്താക്കണം. നല്ല വശം നമുക്ക് പുറത്ത് വേണം. അതിനാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ സ്ക്രഞ്ചീസ് ചെയ്തപ്പോൾ ചെയ്ത അതേ പ്രോസസ്സാണ്. ഇതിങ്ങനെ പുറത്തെടുത്തിട്ടുണ്ട്. നമുക്കിനി നല്ല ഭാഗം വലിച്ച് പുറത്തെടുക്കാം. നല്ല ഭാഗം നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ തെർമോക്കോൾ ബോൾസ് ഇതിലോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അത് ഫില്ല് ചെയ്യുന്നത് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ ഒരു വശത്തുനിന്ന് കുറേ ഫില്ല് ചെയ്തിട്ട് നമുക്ക് രണ്ട് ഭാഗത്താക്കി ഡിവൈഡ് ചെയ്തെടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ രണ്ട് ഭാഗത്തുനിന്നും കുറേശ്ശെ ഫില്ല് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഞാനിവിടെ ഇപ്പം ഒരു ഭാഗത്ത് ചെയ്തിട്ട് രണ്ട് ഭാഗത്തൂടെ അത് ഡിവൈഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് ഫില്ല് ചെയ്യാം. ഇങ്ങനെ നമ്മൾ ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ അത്യാവശ്യം ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. അത്യാവശ്യം നമുക്ക് ഈ ക്ലിപ്പിനുള്ളതായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്തെടുത്തു. ഇനി നമുക്ക് നമ്മൾ ഫസ്റ്റിലത്തെ വീഡിയോയിൽ ബോ ഉണ്ടാക്കിയപ്പോൾ ചെയ്തതുപോലെ രണ്ട് സൈഡിൽ നിന്നും സെൻറ്ററിലോട്ട് മടക്കി വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്കിതൊന്ന് കെട്ടിയിട്ട് ഒരു നോട്ടിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മളെടുത്ത് ഈ ബോൾസ് എല്ലാം നമ്മൾ ഇട്ടേക്കുന്ന ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. എല്ലാം കൂടി ഇങ്ങനെ കൂടിക്കിടക്കുകയല്ലേ. അപ്പം അതെല്ലാം ഒന്ന് ലെവൽ ചെയ്ത് ഒന്ന് എടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു ചെറിയ തുണി അത് രണ്ട് മൂന്നായിട്ട് മടക്കിയിട്ട് സെൻറ്ററിൽ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ എടുത്തതായി ഈ തുണി ഇത് നമുക്ക് രണ്ട് മൂന്നായിട്ട് മടക്കാം.
ഈ തുണി തന്നെ വേണമെന്നില്ല, ഇതിന് മാച്ചായിട്ടുള്ള വേറെ ഏതെങ്കിലും കളറോ അല്ലെങ്കിൽ റിബൺ ഉണ്ടെങ്കിൽ അതോ ഏതായാലും സെൻറ്ററിലൊന്ന് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ തുണി തന്നെ എടുത്തന്നേ ഉള്ളൂ. എടുത്തിട്ട് നമുക്കിതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ഒട്ടിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇത് ഞാനൊരു അലിഗേറ്റർ ക്ലിപ്പിലോട്ടാണ് ചെയ്യുന്നത്. ഏത് ക്ലിപ്പിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ടിക് ടാക്കിലോ സെൻറ്റർ ക്ലിപ്പിലോ ഈവൻ ഹെയർ ബോയിൽ പോലും നമുക്കിത് എടുക്കാം. ഞാനിവിടെ അലിഗേറ്ററിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.